ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മോഹാസ് ടെസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മഴതോറും മുമ്പ് സീരിയലിൻ്റെ ഒരു എപ്പിസോഡ് പ്രൊമോ കേട്ടാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ബാലചന്ദ്രനും മനുശങ്കറും അതുപോലെ തന്നെ നമ്മുടെ അലീനയൊക്കെ ചേർന്നിട്ട് നമ്മുടെ രോഹിത്തിനെ ഒന്ന് പോയി കാണുന്നുണ്ട് അല്ലേ. പക്ഷേ ആ ഒരു രോഹിത്തിനെ കണ്ടതോടുകൂടി ബാലചന്ദ്രൻ ഇമോഷണലി ഭയങ്കരമായിട്ട് ഒരു ഇതാവുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത് രോഹിത്തിനെ കണ്ട ആ ഒരു വിഷമം, കാരണം എന്ന് വെച്ചാൽ അമ്മാതിരി കോലം കെട്ട് ഒരു അച്ഛനെന്ന രീതിയിൽ ബാലചന്ദ്രൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു രോഹിത്തിനെ കണ്ട കാഴ്ച. ഏതൊരു അച്ഛനല്ലെ അമ്മയാണെങ്കിലും സ്വന്തം മകനെ വളർത്തി വലുതാക്കി പഠിച്ചൊരു നിലയിലെത്താൻ ആഗ്രഹിച്ചിട്ട് ആ മകനെ ഇരുമ്പഴിക്കുള്ളിൽ കാണേണ്ടി വരുന്ന ഒരു അച്ഛൻ്റെ ആ ഒരു നിർവികാരികത വളരെ ഒരു ഇതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അത് മാത്രമല്ല, അതിന് ശേഷം ബാലചന്ദ്രനെ കണ്ട് ശേഷം നമ്മുടെ രോഹിത് പറഞ്ഞ വാക്കുകൾ അത് അതിനേക്കാളേറെ വിഷമം ബാലചന്ദ്രൻ ഉണ്ടാക്കുകയാണ്. അതായത് എന്നെ കാണാനായിട്ട് നിങ്ങളാരും ഇങ്ങോട്ട് വരണ്ട, പിന്നെ എനിക്ക് ഒരിക്കലും ജാമ്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട അച്ഛാ എന്നുള്ളൊരു രീതിയാണ് പറഞ്ഞത്. കാരണം എനിക്ക് നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് രോഹിത് പറഞ്ഞത്. ആ വാക്കുകൾ ബാലചന്ദ്രനെ വല്ലാണ്ട് മനസ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ബാലചന്ദ്രൻ രോഹിത്തിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും, കാരണം ഞാൻ ഇത്രയും പാടുപെട്ട് സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ പോലും, ഒരാളുടെ മുന്നിൽ പോലും കൈ നീട്ടിയിട്ടില്ല, അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പല രീതിയിൽ എന്നുവെച്ചാൽ കഷ്ടപ്പാടിൻ്റെ പല പടികളും തടന്ന് വന്നാണ് ഇത്രയും നിലയും വിലയും ഞാൻ ഉണ്ടാക്കിയത്. ബാങ്ക് ബാലൻസ് ഉണ്ടായി, ഭാര്യ, 3 മക്കൾ ഒക്കെ ഉണ്ടായി, എല്ലാം നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ഓർത്തിട്ട് ബാലചന്ദ്രന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എങ്കിലും ആ ഒരു സിറ്റുവേഷൻ അലീനയും മനുശങ്കരും അത് ബാലചന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്കിളെ ഇതൊക്കെ മാറി മറിഞ്ഞോളൂ, നമുക്കൊരവസ്ഥ വന്നുപോയി, പക്ഷെ അത് ഓർത്ത് അങ്കിൾ ഇത്രയും ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് ഇങ്ങനെ പറയുകയാണ്. ഇതേ സമയം തന്നെ അലീനയും പറയുന്നുണ്ട്, അച്ഛൻ ഇത്രയും ടെൻഷൻ അടിക്കല്ലേ, അച്ഛന് പാടില്ലാത്തതല്ലേ, അതുകൊണ്ട് അച്ഛൻ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മനു പറയുന്നുണ്ട്, അങ്കിളെ നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങി ഒരു ചായയോ സർവത്തോ എന്തെങ്കിലും കുടിച്ചിട്ട് പോവാം, ആ മൈൻഡ് ഒന്ന് മാറട്ടെ. മനു വേറൊന്നും പറഞ്ഞില്ല ബാലേന്ദ്രൻ്റെ അടുത്ത്, കാര്യം ഒന്നും പറയാനില്ല. ബാലേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ. കാരണം എന്ന് വെച്ചാൽ ആ ഒരു അച്ഛൻ്റെ വിഷമമാണ് ബാലേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ നിർത്തി കുടിച്ചിട്ട് പിന്നെ അവർ നേരെ വീട്ടിലോട്ട് എത്തണം. എന്നിട്ട് മനു അപ്പോൾ തന്നെ ഇറങ്ങുകയാണ്, അങ്കിളെ എനിക്ക് പോയിട്ട് ഇനിയിപ്പോൾ വർക്കുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നീ വന്നതിൽ ഒരുപാട് താങ്ക്സ്. അപ്പം പറഞ്ഞ് എന്താ അങ്കിളെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ വന്നതിൽ അതിനിപ്പോൾ താങ്ക്സ് ഒക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ മനു പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനുശേഷം അലീനയും മനുവും കൂടെ സംസാരിക്കുന്നുണ്ട്. മനുവേട്ട എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, ദേഷ്യമോ എന്തിനാ, നിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നീ ഇപ്പോൾ ഒരുപാട് ടെൻഷൻ്റെ നടുവിലാണ്. ഒന്നാമത്തെ കാര്യം രോഹിത്, പിന്നെ ശരണ്യ, പിന്നെ ആൻറ്റി നിൻ്റെ അമ്മയുടെ കേസ്, പിന്നെ അങ്കിൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല, ഒരുപാട് പരിഭവങ്ങളൊക്കെ പറയാനുണ്ട്, വരട്ടെ, ഞാൻ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് മനു പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ബാലചന്ദ്രനെ നമ്മുടെ ശിവശങ്കരൻ വിളിക്കുകയാണ്. കാര്യം വേറൊന്നുമില്ല, രോഹിത്തിനെ ജയിലിൽ പോയി കണ്ട കാര്യം അറിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പോയിട്ട് എന്തായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. പോയത് അതിനേക്കാളേറെ വിഷമമായി ശിവേട്ട. കാരണം എന്ന് വെച്ചാൽ അവനെ കണ്ടപ്പോൾ തന്നെ അവൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, എനിക്ക് വേണ്ടിയിട്ട് ജാമ്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട, അതോടൊപ്പം തന്നെ എനിക്ക് പുറത്തിറങ്ങണ്ട, എന്നെ കാണാനായിട്ട് നിങ്ങളാരും വരണ്ട എന്നൊക്കെ പറഞ്ഞത്. എനിക്ക് അതിനേക്കാളേറെ. അപ്പം ശിവശങ്കരൻ പറയുന്നുണ്ട്, അത് സാരമില്ല, പിന്നെ അവർ രണ്ടുപേരും കൂടെ അവരെ മക്കളുടെ ഭാവി, അതായത് ജാമ്യത്തിൽ ഇറങ്ങിയാൽ തന്നെയും അവരെ നമുക്ക് എങ്ങോട്ട് മാറ്റി നിർത്തിയൊന്നും പറ്റില്ല. എന്തായാലും കുറച്ച് നാൾ ആൾക്കാർ ഇതൊക്കെ പറയും, അടുത്ത വിഷയം വരുമ്പോൾ ആൾക്കാർ ഇതൊക്കെ അങ്ങ് മറന്നു പൊക്കോളും. എന്നാലും നമ്മുടെ മക്കളുടെ ഭാവി പോവില്ലേ ശിവേട്ട, അതിനി നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? അന്തസ്സും ഒക്കെ ഒന്ന് പോയെന്ന് വെച്ചാൽ തന്നെ ബാലേന്ദ്ര, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട, ഞാനും ഈ ഒരു ഘട്ടം കടന്നുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനല്ലേ, അതുകൊണ്ട് നീ ടെൻഷനൊന്നും അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശിവശങ്കരൻ ബാലേന്ദ്രനെ സമാധാനിപ്പിച്ചിട്ട് വെക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ബെഡിൽ തന്നെ ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന സമയം നമ്മുടെ ബബിത വരെയാണ്. ബബിത ജസ്റ്റ് ഒരു പോസ്റ്റ് കവറുമായിട്ടൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ കയറി വാ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, രോഹിതേട്ടനെ കാണാൻ പോയോ, അച്ഛൻ പോയപ്പോൾ എന്തിനാ അലീനയെ കൊണ്ടുപോയത്, അലീനയോ ചേച്ചിയെന്ന് വിളിക്കുക, അലീന ചേച്ചിയെ കൊണ്ടുപോയി എന്തിനാന്ന് ചോദിക്കും. അലീന
അലീനെ കൊണ്ടുപോയാൽ അവളുടെ മുമ്പിലാണ് അവൻ ആ തല കുനിച്ച് നിൽക്കേണ്ടത്, അത് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് ബബിതേനെ ബാലേന്ദ്രൻ കുറേ ഷൗട്ട് ചെയ്യണം. അപ്പോൾ എന്നിട്ട് പിന്നെ ബബിത അത് കുറേ നേരം കേട്ട് ബാലേന്ദ്രൻ്റെ വഴക്ക് കേട്ട് കഴിഞ്ഞിട്ട് ബബിത ഒരു കാര്യം കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു രജിസ്റ്റേർഡ് വന്നായിരുന്നു, അമ്മ അയച്ചതാണെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ വൈജയന്തി ഒരു ഡൈവേഴ്സ് നോട്ടീസ് അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഗോവർദ്ധൻ്റെ അടുത്ത് പറഞ്ഞ് ബാലേന്ദ്രൻ അത് അറിഞ്ഞായിരുന്നു അയക്കുമെന്നുള്ളത്. പക്ഷേ ഇത്ര വേഗം ഇങ്ങെത്തും എന്നുള്ള കാര്യം ബാലചന്ദ്രനും കരുതിയില്ല. കാര്യം എന്ന് വെച്ചാൽ പെര കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെര കത്തുമ്പോൾ വാഴ കത്തി മുറിക്കണമെന്നുള്ള ഒരു പഴമൊഴിയില്ലേ, ആ അവസ്ഥയാണ് ഇപ്പോൾ വൈജയന്തി കാണിക്കുന്നത്. വൈജയന്തി വളരെ ജെന്യുവിനായിട്ട് ഈ അലീനയുടെ ഒരു കേസും പറഞ്ഞുകൊണ്ടാണ് ബാലേന്ദ്രനെ ഡൈവേഴ്സ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ എല്ലാം പ്രശ്നം അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം അത്താണിക്കല്ലെന്ന് പറയുന്നത് വൈജയന്തി തന്നെയാണ്. കാരണം സ്വന്തം മകൾക്കെതിരെയാണ് ഈ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വൈജയന്തിക്ക് അറിയില്ല, വൈജയന്തി അറിഞ്ഞിട്ടുമില്ല. എങ്കിലും ജീവിതത്തിൽ താനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ബോധം അവർക്ക് വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ഈ അലീനയുടെ കേസും പറഞ്ഞ് ബാലേന്ദ്രനെ ഇടിച്ചു താഴ്ത്താനുള്ളൊരു രീതിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഡൈവേഴ്സ് നോട്ടീസിനെ കുറിച്ച് ബബിത പറയുന്നുണ്ട്, അച്ഛൻ അറിഞ്ഞില്ലായിരുന്നു ഇതിന് മുന്നേ അമ്മ ഇങ്ങനെ അയക്കും എന്നുള്ളതൊക്കെ. പിന്നെ അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, അയക്കും എന്നുള്ളതൊക്കെ അറിയായിരുന്നു, ഗോവർദ്ധൻ്റെ അടുത്ത് നിൻ്റെ അമ്മ പറഞ്ഞു, പക്ഷേ ഇത്ര വേഗം ഇങ്ങനെ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുകയാണ്. ഇതേ സമയം ബബിത പറയുന്നുണ്ട്, അലീനയാണ് പ്രശ്നം, അലീന ഇവിടെ നിൽക്കുന്നിടത്തോളം അമ്മയുടെ ഡിസിഷൻ അമ്മ മാറ്റില്ല. അച്ഛന് വാശിയുള്ളതുപോലെ തന്നെ അമ്മയ്ക്കും വാശിയുണ്ട്. എന്ത് പറഞ്ഞാലും ഇനി ഡൈവേഴ്സിന് പോയി അവളെ ഡൈവേഴ്സ് ചെയ്യേണ്ടി വന്നാലും അലീന ഇവിടെ നിന്ന് മാറ്റുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. കൊല്ലപ്പള്ളി വീട്ടിലും അമ്മ അറിയിച്ചിട്ടുണ്ട്. ഓഹോ ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന ഇവിടെ നിന്ന് പറഞ്ഞു വിടും എന്നുള്ള രീതിയിൽ നിൽക്കുകയേ വേണ്ട, അതെന്തായാലും നടപടിയാവണ കേസേ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ വാശി നടക്കുമെങ്കിൽ ഇതും നടക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയണം. അങ്ങനെ ബബിത ആ ഡൈവേഴ്സ് നോട്ടീസ് ബാലചന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോവേണ്. ആ കൊടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ അതെടുത്ത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതേ സമയം തന്നെ നമ്മുടെ അലീന ചായയും കൊണ്ട് ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് കയറി വരണം. അപ്പോൾ ബബിതയുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്ന കണ്ടായിരുന്നു. അപ്പോൾ ബബിത അവളെ നോക്കിയിട്ട് ഇറങ്ങി താഴെ പോവാണ്. അപ്പോൾ അലീന കയറി വരണം. അപ്പോൾ ബാലേന്ദ്രൻ അത് വായിച്ചിട്ട് അവിടെ വെച്ചേക്കായിരുന്നു. ആ സംഭവം അലീന അറിഞ്ഞിട്ടില്ലല്ലോ എന്തിനാ ഷൗട്ട് ചെയ്തതെന്നുള്ളത്. എന്തിനാ അച്ഛൻ ഇങ്ങനെ ഒച്ച എടുക്കണേന്ന് പറഞ്ഞിട്ട് ആ കോഫി കൊടുക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ദേ നിൻ്റെ അമ്മ അയച്ചേക്കുന്നു ഡൈവേഴ്സ് നോട്ടീസ്, അവൾ വരട്ടെന്നേ, അവൾ കോടതി വരട്ടെ, അവളെ ഞാൻ തൊലി ഉരിക്കുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം എന്നുവെച്ചാൽ ബാലചന്ദ്രൻ വല്ലാത്തൊരു ദേഷ്യമാണ്. പൊറുക്കാൻ ആ മനുഷ്യൻ തയ്യാറാണ്. പക്ഷെ വൈജയന്തിയുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡാണ് ബാലചന്ദ്രനെ വീണ്ടും വീണ്ടും പ്രലോഭിതനാക്കണത്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ച വരുന്നില്ല അലീനയ്ക്ക്, വൈജയന്തിക്ക്. അങ്ങനെ അലീനെ കുറേയൊക്കെ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും ബാലചന്ദ്രനെ ഒന്നും അടുക്കുന്ന ഒരു മട്ടൊന്നുമില്ല. അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ചിട്ട് അലീന നേരെ മനുവിനെ വിളിച്ച് കാര്യം പറയണേ, ഇങ്ങനെ ഡൈവേഴ്സ് നോട്ടീസ് വന്നിട്ടുണ്ട്, മനുവേട്ട എന്താ ചെയ്യണേ, അങ്കിളിനെ ശിവശങ്കരൻ അങ്കിളിനെ രാജീവ് അങ്കിളിനെ ഒന്നും അറിയിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, അറിയിച്ചിട്ടൊന്നും കാര്യമില്ല, അറിഞ്ഞ കാര്യം തന്നെ അലീന, ഇതിലിപ്പോൾ എന്ത് ചെയ്യാനാ, ആൻറ്റി ഒരേ ഞാൻ പിടിക്കുന്ന കൊമ്പ് 3 കൊമ്പ് എന്ന മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ രാജീവ് അങ്കിളുമായിട്ട് അത്ര വലിയ ടേംസ് അല്ല, എങ്കിലും മനുവേട്ട ഒന്ന് പറഞ്ഞു നോക്കാവോ എന്ന് പറഞ്ഞിട്ട് മനു പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. പിന്നീട് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോയിൽ ഏകദേശമൊക്കെ വരുന്നത്. പിന്നെ നാളെ കാണിക്കുന്നത് നമ്മുടെ രാജീവ് നമ്മുടെ ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് വരുന്നതും നമ്മുടെ ബബിതയായിട്ട് സംസാരിക്കുന്ന സീനും കാര്യങ്ങളും, പിന്നെ ബാലേന്ദ്രനുമായിട്ട് രാജീവ് സംസാരിക്കുന്ന സീന്. കാര്യം എന്ന് വെച്ചാൽ ബാലചന്ദ്രന് ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാനാണ് വന്നത്. പക്ഷെ ബാലചന്ദ്രൻ വിട്ടുകൊടുക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഏതൊരാളാണെങ്കിലും വിട്ടുകൊടുക്കാൻ വഴിയില്ല. വൈജ അങ്ങനെ വാശി പിടിച്ചാൽ പറ്റില്ലല്ലോ, അറിയണം. അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ് ബാലേന്ദ്രൻ നിൽക്കുന്നത്. അങ്ങനെ എന്തായാലും കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു രീതിയിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോ ഇന്നലെ ഇടാൻ പറ്റിയില്ല, ചില പ്രത്യേക സാഹചര്യം കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തന്നെ ഫുൾ എപ്പിസോഡായിട്ട് തന്നെ ഞാൻ പ്രൊമോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കേട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ഹൈപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മഴതോറും മുമ്പേ സീരിയൽ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ഗുഡ് മോർണിംഗ്. അപ്പോൾ ബൈ ബൈ, ടാറ്റ, ടേക്ക് കെയർ, താങ്ക് യു.